സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനുമായി സ്ത്രീ ശാക്തീകരണം എന്ന ലേബലിൽ നടന്ന തട്ടിപ്പ്. ആദ്യമൊക്കെ കുറേയേറെ പേർക്ക് ഇവയെല്ലാം കിട്ടി. പക്ഷേ പിന്നെ കാത്തിരിപ്പായി. ഈ തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. നമ്മൾ ഒരു വമ്പൻ തട്ടിപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് അതിന്റെ ചുരുളഴിക്കാനുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെ വരുന്ന ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. പകുതിയല്ല, ഫുൾ തട്ടിപ്പ്. 45 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ക്ലിയർ ആവും, അതിൻ്റെ ഉള്ളിൽ വണ്ടി തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കിട്ടാണ്ടായപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി റിട്ടേൺ കൊടുത്തു ഡിസംബർ മാസത്തിൽ. അതിനും അവർ റിപ്ലൈ വന്നിട്ടില്ല. വലിയ ആഘോഷമായിട്ടാണ് ഈ തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പുകളും സ്കൂട്ടറുകളും ഒക്കെ ഇതുവരെ ഇയാൾ വിതരണം ചെയ്തിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ്. അനന്തു കൃഷ്ണന്റെ സ്കൂട്ടർ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസ്. നമുക്ക് ആദ്യം ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? പല സൊസൈറ്റികൾക്ക് മുന്നിലും ഈ ഇടപാടുകാർ എത്തുന്നുവെന്നതാണ്. എൻ രാധാകൃഷ്ണൻ, BJP നേതാവ് എൻ രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റിയുടെ മുന്നിൽ നിന്ന് വിഷ്ണു പ്രകാശ് എത്തുന്നുണ്ട്. അവിടെ ആളുകൾ പരാതികളുമായി എത്തുന്നു, അവർക്ക് പണം തിരികെ നൽകുന്നുവെന്നാണ് അറിയുന്നത്. വടക്കൻ പറവൂരിൽ മറ്റൊരു സൊസൈറ്റിക്ക് മുന്നിലും ഇതേ സമാനമായ സാഹചര്യമുണ്ട്. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, അവിടെ എന്താണ് ഇതേപോലെ സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയുടെ ഓഫറുകളായിരുന്നോ? ഈ പണം നൽകിയവർക്ക് പണം തിരിച്ചു കൊടുത്ത് മുഖരക്ഷിക്കാനുള്ള ശ്രമമാണോ സൊസൈറ്റി നടത്തുന്നത്? പോലീസിന് എന്തെങ്കിലും ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ സൈൻ എന്ന് പറയുന്ന എൻ രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള സൊസൈറ്റിയുടെ കീഴിലൂടെയാണ് ഇത്തരത്തിൽ ലാപ്ടോപ്പും പിന്നെ തയ്യൽ മെഷീനും വാഹനവും വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യഘട്ടങ്ങളിലെല്ലാം ആളുകൾക്ക് ഇത്തരത്തിൽ ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വാഹനം കൊടുത്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാലതാമസം ഉണ്ടായിരുന്നു. നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകളടക്കം 1 വർഷം വരെ കാത്തിരുന്നിട്ടും വാഹനം കിട്ടാത്ത ആളുകൾ ഇവിടെ വന്ന് പണം വാങ്ങുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ധാരാളമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ പണം മടക്കി നൽകുന്നു എന്നുള്ളൊരു വിവരം കേട്ട് ഒരുപാട് ആളുകൾ ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ എടപ്പള്ളിയിലുള്ള സൈനിന്റെ ഓഫീസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർ ചെക്കാണ് മടക്കി നൽകുന്നത്. ഈ വാഹനത്തിന്റെ തുക അവർ കൊടുത്ത തുകയ്ക്ക് പകരമായി ഇപ്പോൾ ഒരു ചെക്ക് നൽകുകയാണ്. 13-ാം തീയതി ഡേറ്റ് ഇട്ട ചെക്കാണ് നൽകുന്നത്. ഇതിനുവേണ്ടി ധാരാളം ആളുകൾ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ വന്നപ്പോഴും ഇപ്പോൾ നമുക്ക് അതിന്റെ അകത്തെ ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് നോക്കിയാൽ കാണാം, ആളുകൾ വരിയായി നിൽക്കുന്നതും ഈ ഫോം പൂരിപ്പിച്ച് നൽകി അതിൽ നിന്നും ചെക്ക് കൈപ്പറ്റി മടങ്ങുന്ന ആളുകളുമായിട്ടുള്ളവരും ഉണ്ടായിരുന്നു. നേരത്തെ 1 വർഷം എത്തി വന്ന ആളുകളുണ്ടായി, 5 മാസം എത്തി ഇത്തരത്തിൽ പണം കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇത്തരത്തിൽ ഈ വാഹന തട്ടിപ്പ്, സ്കൂട്ടർ നൽകിയുള്ള ആ ഒരു തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നതോടുകൂടിയുള്ള പലരും ആശങ്കയിലാണ്. ഇത്തരത്തിൽ ഇവിടേക്ക് സമാധാനപരമായി ഇത് വാങ്ങി പോവുകയാണോ? എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടായോ? ഇതിന്റെ നടത്തിപ്പുകാർ എന്തു പറയുന്നു? തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നാണോ, അതോ എന്താണ് ഇതിനെക്കുറിച്ച് അവർ പറയുന്നത്? ആ നടത്തിപ്പുകാരുടെ പ്രതികരണങ്ങളോ ഇത് തിരികെ വാങ്ങാൻ എത്തിയവരുടെ പ്രതികരണങ്ങളോ കൂടി തേടാം. തീർച്ചയായും ഇവിടെ അത്തരത്തിലൊരു സംഘർഷ സാധ്യതയോ ഇല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു പ്രതിഷേധത്തിലോട്ട് പോകുന്ന കാര്യങ്ങളില്ല. നമ്മൾ അല്പം മുമ്പ് ഇവിടെ സംഘാടകരായിട്ടുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ഇവർ 2 ദിവസം മുൻപേ തൊട്ടേ ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു വരുന്നവർക്ക് പണം നൽകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇന്നാണ് കൂടുതലായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്നതോടുകൂടി ധാരാളമായിട്ടുള്ള ആളുകൾ എത്തുന്നത് ഇന്ന് മുതലാണ്. ഇപ്പോൾ പണം വാങ്ങാൻ എത്തിയവരും അടക്കമുള്ള ആളുകളുണ്ട്. ചേച്ചി, പൈസ കിട്ടിയോ? ചെക്ക് കിട്ടി. ഏത് ഡേറ്റിലോട്ട്? 13. എന്നാണ് ഇത് തുക കൊടുക്കുന്നത് എന്നായിരുന്നു? മെയ് 9. ഇപ്പൊ ഇങ്ങനെ ഈ ആശങ്ക വന്നു വാങ്ങിയതാണോ? അതെ. വണ്ടി അവർ തരില്ല എന്ന് പറയുന്നുണ്ടോ? ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് ഹോണ്ട ഡിയോ ആണ്. അപ്പൊ ഇടയ്ക്ക് ഇവരിങ്ങോട്ട് വിളിക്കലല്ലോ, നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അതില്ല, വേണമെങ്കിൽ വേറെയിലോട്ട് മാറാന്ന് പറഞ്ഞു. അങ്ങനെ അതിലോട്ട് വേറെ TVS മാറി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് അറിഞ്ഞപ്പോ ഒരു പേടി. അതുകൊണ്ടാണ് റീഫണ്ട് ചെയ്യാന്ന് വെച്ചത്. വാഹനം വേണ്ടാന്ന് പറയുന്നുണ്ടോ അതോ വാഹനം തരാമെന്ന് പറയുന്നുണ്ടോ? വാഹനം തരാന്ന് പറയുന്നുണ്ട്. മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് വിഷയം. പലരും ഇത്തരത്തിൽ വാഹനം മടക്കി നൽകാമെന്നാണ് ഇപ്പോഴും ഈ സംഘാടകരായിട്ടുള്ളവർ പറയുന്നത്. അവർ വാഹനം നൽകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നില്ല. എന്നാൽ കുറെ ആളുകൾ ഇത്തരത്തിൽ വന്ന് ഇവർക്ക് പൈസയുടെ ഈ ആശങ്കയെല്ലാം നിലനിൽക്കുന്നുണ്ട്, പൈസ തന്നെ വേണമെന്ന് പറയുന്നത് കൊണ്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അവർക്കൊരു ആശ്വാസ നടപടി എന്നോണമാണ് ഇപ്പോൾ ചെക്ക് നൽകുന്നത്. ഇപ്പോൾ 13-ാം തീയതിയിലത്തെ ഡേറ്റ് ഇട്ട ചെക്കാണ് നൽകുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നെല്ലാം ഇത്തരത്തിൽ പൈസ കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് 12-ാം തീയതിയും അത്തരത്തിൽ ആ ഒരു ഡേറ്റിന്റെ വേരിയേഷൻ ഇട്ടിട്ടുള്ള ചെക്കാണ് നൽകുന്നതെന്നും പറയുന്നു. എന്നാൽ കുറച്ചാളുകൾ വന്നിട്ട് ഇവരുമായി വന്ന് സംസാരിച്ചു. ഇപ്പോൾ തിരികെ വരാം. എന്തായാലും അവിടെ
ചെക്ക് നൽകി തൽക്കാലം കുറച്ച് സമാധാനപരമായി കാര്യങ്ങൾ പരിഹാരമാണ് നീങ്ങുന്നു. നടക്കുന്നത് അല്ലേ? ഇനി നമുക്ക് എന്തായാലും പറവൂരിൽ മറ്റൊരു സൊസൈറ്റിക്ക് മുന്നിൽ നിന്ന് ശ്യാമപ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. ശ്യാമ, അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ സൈനിന് മുൻപിലേത് പോലെ തന്നെ സമാധാനപരമാണോ? സാധാരണക്കാരായ ജനങ്ങളാണ് ഈ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ അവിടെ എങ്ങനെയാണ് പണം തിരിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ ഒരു തട്ടിപ്പിനിരയായത് ഈ ജനസേവാ സമിതി എന്ന ട്രസ്റ്റ് വഴിയാണ് ഇവിടെ ആ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് വടക്കംപറവൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ രാവിലെ മുതൽ ഏകദേശം 50ഓളം പേർ ഇവിടെ എത്തി ആ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ പരാതി നൽകാനെത്തിയ ആ സ്ത്രീകളാണ് ഇവിടെ നിൽക്കുന്നത്. അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിയ ആളുകളാണ്. ഈ സേവാ സമിതിയുടെ ട്രസ്റ്റിൽ വന്ന് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ പണം നൽകി സ്കൂട്ടറിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. മാസങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് അവരോട് ചോദിക്കാം, ചേച്ചി എവിടെ നിന്ന് വരുന്നത്? നായരമ്പലം. എത്ര നാളായി ഇതിനു വേണ്ടി പണം കൊടുക്കും? 11 മാസമായി. മാർച്ചിൽ കൊടുത്താണ്. മാർച്ച് 25 കൊടുത്തതാണ്. അപ്പോൾ കൊടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞത് 3 മാസം ഒന്നാണ്. ഇപ്പം നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് ഇപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൂടുതലും ഇടപെട്ടത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒരു 2 മാസം മുമ്പ് ടോക്കൺ തന്നായിരുന്നു, അടുത്ത് തന്നെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, പൈസ ഒന്നും വന്നിട്ടില്ലെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. അപ്പോഴാണ് ഇത്ര കൂടുതൽ സീരിയസ് ആയെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇവിടെ JSS നേരിട്ട് പോയപ്പോൾ അവർ 11-ാം തീയതി ഇപ്പോൾ ടൈം പറയണത്. 11-ാം തീയതി എന്തെങ്കിലും ഒരു തീരുമാനം പറയാം. പക്ഷേ പൈസ എപ്പോൾ തരുന്ന ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി എത്ര രൂപ അടച്ചത്? 62,000 രൂപ. ഏത് സ്കൂട്ടറായിരുന്നു? ആക്റ്റീവ് 125 DC. ഇതിലിപ്പോൾ ഈ പറയുന്ന അനന്തകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഹെഡ്. പിന്നെ പുള്ളിയിൽ നമ്മൾ ഇവിടെ മാത്രം കണ്ടുകൊണ്ടല്ല, നമ്മൾ പ്രമുഖ വ്യക്തികൾ പലരും ഉണ്ടായി. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ പൈസ അടിച്ചത്. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും വണ്ടി കിട്ടിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായി. അപ്പം അതും കൂടി കൊണ്ടിട്ടാണ് നമ്മളിത് അടിച്ചത്. ഈ വണ്ടി കിട്ടിയ വിശ്വാസം തന്നെയാണ് ഇവരെ ആളുകൾ കൂടുതൽ പേര് ഇതിലേക്ക് ചേരാൻ കാരണം. നമുക്ക് മറ്റ് ഒരാളുടെ കൂടി പ്രതികരണം തേടാം. ചേച്ചി എവിടെ നിന്നാണ്? ഞാൻ കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത്? എനിക്ക് സംഭവിച്ചത് ഇതുപോലെ തന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ 50% ഇത് പൈസയ്ക്ക് വനിതകൾക്ക് വാഹനം വിതരണം ചെയ്യുന്നത്. സാധാരണക്കാരായതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിന് നിന്നത്. നമുക്ക് ക്യാഷുള്ള ആൾക്കാരെ നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി മേടിക്കുകയല്ലുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇങ്ങനെ അറിഞ്ഞത് മാത്രമല്ല, ഇത് വിതരണം ചെയ്യുന്ന പല പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ചെയ്യണത്. പിന്നെ അപ്പം നമുക്ക് വിശ്വാസത കൂട്ടി. പിന്നെ അത് കൂടാതെ നമ്മുടെ കൂടെ തന്നെയുള്ള പല ആൾക്കാർക്കും വണ്ടി കിട്ടുകയും കൂടെ ചെയ്തതുകൊണ്ടാണ് നമുക്കിത് 100% ജെന്യുവനാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പൈസ അടച്ചത്. ഞങ്ങൾ റേക്ക് വേണ്ടിയിട്ടാണ് വണ്ടി അടച്ചത്. 62,000 രൂപയാണ് അടച്ചത്. 5 ഏപ്രിൽ 2024 വണ്ടി അടച്ചത്, വണ്ടിക്ക് പൈസ അടച്ചത്. ഞങ്ങൾക്ക് 17/10 ടോക്കണും തന്നു. അപ്പോൾ 17/10 ഈ ടോക്കൺ തന്നിട്ട് എല്ലാവർക്കും 1 മാസം 2 മാസത്തിനുള്ളിൽ വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ ടോക്കൺ മേടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് വണ്ടി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ടോക്കൺ തന്നിട്ട് 2 മാസം കഴിയുമ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ 2 മാസം കഴിയുമ്പോൾ വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ മൊത്തം 10 മാസം എല്ലാം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വണ്ടി കിട്ടാതെ ഇല്ല. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിനകത്ത് ഇടപെട്ട് ഇങ്ങനെ ഇത്രയും നാളും കിട്ടും എന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എവിടെ നിന്ന് അയച്ചു വരുന്നത്? ചെറായി. എന്താണ് സംഭവിച്ചത്? ആക്റ്റീവ് തന്നെ ഞാനും കൊടുത്തത് 5/4 തന്നെയാണ് കൊടുത്തത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ മുമ്പുള്ളവർ അവിടെ നിന്ന് കൊടുത്തപ്പോൾ അവർക്കൊക്കെ വണ്ടി കിട്ടി. എല്ലാവരും ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നാലും പിന്നെയുള്ളവർക്കും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളും കൊടുത്തത്. പിന്നെയാണ് ഓരോ ദിവസം 100 ദിവസത്തിനുള്ളിൽ തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷെ 100 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. പിന്നീട് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ ആക്റ്റീവാണ് കൊടുത്തത്. ആക്റ്റീവ് ഏതുകൊണ്ടാണ് ബാക്കി വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മാറ്റി ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ സുസുക്കിയിലോട്ട് കൊടുക്കാൻ പറഞ്ഞ് അതും കൊടുത്തു. പിന്നെയും അവർ ദിവസങ്ങൾ മാറ്റി പറയല്ലാണ്ട് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ നിന്നല്ലാണ്ട് നമുക്ക് കിട്ടിയുമില്ല, ഒന്നുമില്ല. പിന്നെയാണ് ഇപ്പോൾ പത്രത്തിലൂടെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് തരും, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും പൈസ തിരിച്ചു തരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ വാർത്തകൾ നമ്മൾ ന്യൂസിൽ കൂടെയാണ് നമ്മൾ അറിയണത്. ശ്യാമേ, നമുക്ക് ഇവിടെയും അവരുടെ പ്രതികരണം കേൾക്കാം. ശേഖരിച്ചിട്ട് ഒരു ഏജൻസിനെ അവരെ ഏൽപ്പിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് മുഴുവൻ പരാതി, അതായത് വിവിധ സ്ഥലങ്ങളിലുള്ള പരാതികളുണ്ട്, ഏതെങ്കിലും ഒരു ഏജൻസിയിലേക്ക് ഈ കംപ്ലൈന്റ് മാറ്റാം അങ്ങനെയാണ് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് വിഷയം ഇതിനകത്ത് ഈ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ പരാതി ഉള്ളതിനാൽ ഇത് എല്ലാ ജില്ലകളിലും തന്നെ നടന്നു കഴിഞ്ഞു. ഇനിയും പരാതിയൊക്കെ ആരൊക്കെ വരുമെന്നാണ് ഇനിയിപ്പോൾ സത്യത്തിൽ കാത്തിരിക്കുന്നത്. ഹിമ, നമുക്കിപ്പോൾ എന്തായാലും ഈ തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞവർ, അതിന്റെ അനുഭവസ്ഥരൊക്കെ ചേരുന്നുണ്ട്. ശ്രീ TR അനിൽകുമാർ, അദ്ദേഹം പോത്തൻകോട് പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഒപ്പം പ്രമീള ഗിരീഷ് കുമാർ, അവർ സീഡ് സൊസൈറ്റി പ്രവർത്തകയും അവർ ഇതിൻ്റെ പരാതിയുമായി മുന്നിട്ട് വന്ന ആളുമാണ്. ആദ്യം TR അനിൽകുമാറിലേക്ക്. ശ്രീ അനിൽ, ഇതിങ്ങനെ ഒരു അങ്ങും ഈ പരാതികളൊക്കെ കേട്ട് കാണുമല്ലോ, എല്ലാവരും വിചാരിച്ചത് നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ വണ്ടി കിട്ടി, അപ്പോൾ നമുക്കും കിട്ടും. പല പ്രമുഖരാണ് നിന്നാണ് ഈ വണ്ടിയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ സാധാരണക്കാർ അത് വിശ്വസിച്ചു പോകുന്നത് സ്വാഭാവികമാണ്.
എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഇതിൽ സംശയം തോന്നുന്നത്? താങ്കൾക്ക് അറിയുന്ന എത്ര പേർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? എത്ര പേർക്ക് വണ്ടി കിട്ടി? അതായത് ഇത് ഞങ്ങൾ അറിയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒത്തിരി പേർക്ക് തയ്യൽ മെഷീൻ നൽകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇത്തരത്തിൽ വിവരം ഞാൻ അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഒരു മെമ്പറും കൂടി, ഗ്രാമപഞ്ചായത്ത് മെമ്പറും കൂടി അവിടെ സന്ദർശിക്കുകയും അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ നല്ല തിരക്കായിരുന്നു, അതിലോട്ട് കയറിയില്ല. അപ്പോൾ അവിടെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അറിഞ്ഞു. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും എൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടു. കണ്ടപ്പോൾ ഇതുപോലെ ധാരാളം 10,000 പേർക്കോളം തയ്യൽ മെഷീൻ പകുതി വിലയ്ക്ക് നൽകുന്നു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ എത്തുന്നത് കണ്ടു. അപ്പോൾ അവരെ പരിചയപ്പെട്ടു. അപ്പോൾ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി വഴിയാണ് നൽകുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായും ഇപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ധാരാളം സഹോദരിമാർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി അത് അവരെ സമീപിക്കുകയും അവരെ എൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് ഞാൻ വിളിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ അവർ അതിൽ വന്ന് അവർ ഈ കാര്യം മറ്റു ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, മറ്റുള്ള പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ വിശ്വാസം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചു. ഞാൻ തന്നെ ഞങ്ങൾ ഇടപെട്ട് പഞ്ചായത്തിൽ അവരെ വിളിച്ചിരുത്തി ആൾക്കാരെ അറിയിച്ചു. അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തവർക്കെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു 150ഓളം തയ്യൽ മെഷീൻ അവർ കൊടുത്തു. 50ഓളം ലാപ്ടോപ്പുകൾ കൊടുത്തു. കോഴിക്കൂടുകൾ വിതരണം ചെയ്തു. കുറേയേറെ വണ്ടികൾ, ഒരു 40-40ഓളം വണ്ടികൾ 2 വീലർ കൊടുത്തു. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വാസം വന്നു. പക്ഷേ അതിന് ശേഷം സംഭവിച്ചത് ഇവർ ഈ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി എന്നും അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുള്ള ഏറെക്കുറെ ആൾക്കാർ 85% ആൾക്കാർക്ക് ഞങ്ങൾക്ക് സാധനം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം എനിക്കിത് ക്ലിയറായി വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം കരമനയിലുണ്ട് ഹെഡ് ഓഫീസ്. അതിനുശേഷം പോത്തൻകുടി പഞ്ചായത്തിൽ തന്നെ കാട്ടായകുളം വാർഡിലുള്ള ഉരുവാമൂലയിൽ ഇവിടെ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തിയത് സായിഗ്രാം ഡയറക്ടർ കൂടിയായ ആനന്ദകുമാർ സാറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസ്യത വന്നു. ഇപ്പോൾ സായിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് കൂടുതൽ വിശ്വാസ്യത വരുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് തന്നെ ആനന്ദകുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ആ മീറ്റിങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനും ജനപ്രതിനിധികൾക്കും അതിന് പങ്കെടുത്തു. അപ്പോൾ അവിടെ ധാരാളം പുറത്തുനിന്ന് മറ്റു സ്ഥലങ്ങൾ പഞ്ചായത്ത് പരിധിയിലുള്ള കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക ചടങ്ങുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിത് പോരുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം കുറച്ച് പേർ, അപ്പോൾ എത്ര പേര് അതിന് ശേഷം അവിടെ ഈ വിജയദാസ് എന്ന് പറയുന്ന ആൾ തന്നെ നേരത്തെ തയ്യൽ മെഷീനും ലാപ്ടോപ്പും സ്കൂട്ടറും ഒക്കെ വാങ്ങിയ ആൾക്കാർ വിശ്വാസ്യത വരുത്തിയതിന് ശേഷം അവിടെ ഈ ഓഫീസിൽ വിളിച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യുകയും പൈസ കളക്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ പഞ്ചായത്തിൽ തന്നെ കളക്ട് ചെയ്ത ഒരു 10-20ഓളം പേർക്ക് ഇനി കൊടുക്കാനുണ്ട്. ബാക്കി എത്രയാണ് അവർ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി അവരുടെ ഓഫീസ് വഴി എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ നിരന്തരം ഇത് താമസിക്കുമ്പോൾ ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇദ്ദേഹവുമായി വിജയദാസുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ താമസിക്കുന്നത് കൊണ്ടാണ് പ്രസിഡന്റ് എന്ന് എന്നോട് പറയുന്നത്. കേസ് കൊടുക്കാൻ എങ്ങനെ ഈ അനന്തകൃഷ്ണൻ ഇപ്പോൾ ഈ തട്ടിപ്പിൽ കസ്റ്റഡിയിലുള്ള അനന്തകൃഷ്ണനായിട്ട് ഫോണിലോ മറ്റോ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല അനന്തകൃഷ്ണൻ്റെ ഒരു കോൺടാക്റ്റ് എനിക്ക് കണ്ടിട്ട് കൂടിയില്ല. ഞാൻ ടി വിയിലൂടെയാണ്, മാതൃഭൂമി ചാനലിൽ TV കാണിക്കുമ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിയുന്നതും. അത് അറിഞ്ഞിട്ട് ഞാൻ ഈ വിജയദാസിനെ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു. ആ നിമിഷം തന്നെ വിളിച്ചു. പക്ഷേ ഫോൺ എടുത്തില്ല. ഒരു 3-4 പ്രാവശ്യം എനിക്ക് ടെൻഷനായിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഇയാളെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആണെന്ന് വെച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. തീർച്ചയായും അത് ടെൻഷൻ വേണ്ട, പൊത്തംകോട്ടത് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും ഞങ്ങൾ വണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി കൊടുത്തില്ല എങ്കിൽ കൂടി നിങ്ങൾ അവരുടെ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായും കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോത്തൻകുടി പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ ഞാൻ പോത്തൻകുടി CIക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഞ്ചായത്ത് പേർക്ക് കൊടുക്കാനുണ്ട്, ധാരാളം പരാതികളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്.
ഈ കണ്ണൂർ അറസ്റ്റ് ചെയ്ത ആളിനെ എനിക്കറിയില്ല, എനിക്ക് കോൺടാക്റ്റുമില്ല. കോൺടാക്ട് ഉള്ളത് ദീപ്തി അനിൽകുമാറാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നേരിട്ടുള്ള ഒരു പരിചയം ഇദ്ദേഹവുമായിട്ടില്ല, ഈ അനന്തകൃഷ്ണനുമായിട്ടില്ല. അവർക്കൊക്കെ പ്രൊമോട്ടർമാരാണ് ഇവരെ ബന്ധപ്പെടുന്നതും അവരുമായിട്ടുള്ള ഡീലിംഗ്സ് ആണ്. നാട്ടുകാർക്ക് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഇദ്ദേഹവും ഇതിൽ പോയി പെട്ടുപോയത്. ഇത് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാകാം ആദ്യമൊക്കെ വാഹനങ്ങൾ വിതരണം ചെയ്തത്. എന്തായാലും അതിന് അന്വേഷണത്തിലാണ് കൂടുതൽ തെളിവുകൾ. ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാനായി പട്ടാമ്പിയിൽ നിന്ന് ജലീൽ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ജലീൽ, ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താ പറയൂ. സാറേ പറഞ്ഞോളൂ. ഹലോ, ഇതേപോലെ ഒരു തട്ടിപ്പ് നമ്മളെ കേരളത്തിൽ ഉടനീളം നടന്നിട്ടുണ്ട്. ക്യൂനെറ്റി പറഞ്ഞത് അതിന്റെ ഒരു കഞ്ഞിയാണ് ഞാൻ എന്റെ അനിയനൊക്കെ ഉണ്ട്. അവരിന്ന് ഇതിന്റെ മുന്നിൽ കൊടുത്തിട്ട് പാവങ്ങൾ, ഒരുപാട് പാവങ്ങളുടെ കാശ് ഇതിൽ പോയിക്കണോ. വീടിന്റെ ആധാരം പണം വെച്ചിട്ടും പണ്ടം പണം വെച്ചിട്ട് ഇളയച്ചിയുടെ പണ്ടങ്ങൾ വാങ്ങിയിട്ട് തരാന്ന് പറഞ്ഞിട്ട് പണം വെച്ചിട്ട് അങ്ങനെയൊക്കെ കുടുങ്ങി കിടക്കണവരുണ്ട്. ഇത് താമസിക്കുന്നവരടക്കം. പൈസ എത്ര നഷ്ടമായി? പൈസ ഞങ്ങളുടെയൊക്കെ ഒരുപാട് പൈസ നഷ്ടമായിക്കുന്നു. ഒരു 5,000-6,000 കോടി രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിക്കണോ. അതിൽ മലപ്പുറക്കാരും കോഴിക്കോട്ടൊക്കെയാണ് അതിന്റെ കണ്ണികള്, മുഖ്യ ആൾക്കാര്. അതിൽ ഞാനും ചെന്ന് പെട്ടുക്കുന്നു അതില്. അല്ല, പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ആരോടെ പരാതി കൊടുക്കുക, നമുക്കൊരു എത്തുംപൊടി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വിളിച്ചേ. എന്താ നെറ്റ്വർക്കിന്റെ പേരെന്താണ്? ക്യൂനെറ്റ്. ഓക്കെ. എന്ത് രീതിയിലായിരുന്നു തട്ടിപ്പ്? അത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ചേർന്നത്. നിങ്ങൾക്ക് ആഴ്ച ഇൻകം വരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് 2 മാസം പഠിഞ്ഞു കഴിഞ്ഞേക്ക് ഇത് ആളെ ചേർക്കണം. ഞാൻ ഒരാളെ ചേർക്കണം, പിന്നെ അടുത്ത ആള് ചേർക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു ഇൻകം കിട്ടുള്ളൂ. അങ്ങനെ ചേർന്ന് ഒരുപാട് ആൾക്കാർ കുടുങ്ങിയവരുണ്ട്. മണി ചെയിൻ അതില് പലതും വലിയ തട്ടിപ്പുകളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാണ്. എന്തായാലും താങ്കൾക്കടക്കം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായെങ്കിൽ ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിക്കാവുന്നതാണ്. പിന്നെയാണ് നമുക്ക് അതിന്റെ മറ്റു നടപടികളിലേക്ക് പോകാൻ പറ്റുന്നത്. എന്തായാലും ഈ തട്ടിപ്പിന്റെ ഭാഗമല്ല ക്യൂനെറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു തട്ടിപ്പാണ്. ഇതിന്റെ പുറകിലൂടെ മറ്റു തട്ടിപ്പുകളെല്ലാം ഇങ്ങനെ ആളുകൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എല്ലാവർക്കും ഒരു ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പ്രമീള ഗിരീഷ് കുമാറുണ്ട്. അവർ പരാതിക്കാരിയാണ്, സീഡ് സൊസൈറ്റിയുമായി പ്രവർത്തിക്കുന്നതാണ്. പ്രമീളയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു സംശയം തോന്നിയത് എന്നുള്ളതാണ്. പ്രമീള, ഈ ഒരു അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു പരാതി വരുന്നു, നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിൽ കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ ഒരു പരാതി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? എപ്പോഴാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങൾ 2023 ജൂലൈ 19-ാം തീയതിയാണ് ഞങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നത്. ഒരു മൂവാറ്റുപുഴ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടക്കമാണ് നമ്മൾ ഈ ബ്ലോക്കിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ടോട്ടൽ 9 കോർഡിനേറ്റർമാരാണ്. 9 കോർഡിനേറ്റർമാരിലെ താഴെയില് പ്രൊമോട്ടർമാരും ഉണ്ട്. അവരെ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മളെ ആദ്യമായിട്ട് ഇത് സമീപിക്കുന്നത് മുൻ ആലപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീമതി ജാൻസി ജോഷി, അതുപോലെ തന്നെ അനന്തകൃഷ്ണന്റെ കൂടെയുള്ള ഒരു ഇന്ദിര കെ നായർ എന്ന് പറയുന്ന അവരുമാണ് എന്റെ അടുക്കൽ വന്നത്. അങ്ങനെ ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ NGO കോൺഫെഡറേഷന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു NGOയാണ് അനന്തകൃഷ്ണന്റെ സ്പിയാർട്സ് എന്ന് പറയുന്ന സ്ഥാപനം. അതില് ഞങ്ങളെ കേരളത്തിൽ 64ഓളം സൊസൈറ്റികൾ എന്താ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഒരെണ്ണമാണ് നമ്മുടെ മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റി. ഇതില് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വന്നത്, ഇതിനകത്ത് പ്രമുഖ വ്യക്തികളായിട്ട് NGOയുടെ തലപ്പത്തിരുന്ന അന്ന് NGO ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ അനന്തകുമാർ സാർ എന്ന് പറയുന്ന സായിഗ്രാമിന്റെ ആളാണ്. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. പിന്നെ അതുപോലെ തന്നെ മൂവാറ്റുപുഴയുടെ അടുത്ത് തന്നെയുള്ള കോതമംഗലത്ത് ആണെങ്കിലും നമ്മുടെ കോതമംഗലം രൂപതയുടെ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റേഴ്സിന്റെ ഒരു സ്ഥാപനം ഇത് നടത്തുന്നുണ്ട്. അതുപോലെ JSS ജനസേവാ സമിതി അവരുടെ ഉണ്ട്. ഇങ്ങനെയെല്ലാം നല്ല നല്ല ആളുകൾ അവരെയെല്ലാം കണ്ടുകൊണ്ട്, അവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും BJPയുടെ നേതാക്കന്മാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മളും ഒരു കൗൺസിലർ ആയിരുന്ന സമയത്താണ്. അപ്പോൾ ജനങ്ങൾക്ക് നല്ല ഒരു കാര്യം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. പക്ഷെ ആദ്യഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആള് 1000-ഓളം ലാപ്ടോപ്പ് 980 ലാപ്ടോപ്പ് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത് 20,000 രൂപയുടെയും 25,500 രൂപയുടെയും അതുപോലെ 30,000 രൂപയുടെയും അതാണ് ജനങ്ങളടയ്ക്കുന്ന തുക. അതിന്റെ ഇരട്ടിയിലാണ് കൊടുക്കേണ്ടത് കമ്പനിക്ക്. ബാക്കി അനന്തകൃഷ്ണൻ CSR ഫണ്ട് മുഖേന ഞങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തയ്യൽ മെഷീൻ ആണെങ്കിൽ ഞങ്ങൾ 1000-ഓളം തയ്യൽ മെഷീനുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, കർഷകർക്ക് വളം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓണ കിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്,
വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല സാധനങ്ങളും ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ഘട്ടത്തിൽ എന്ന് പറയുന്നത് പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. വാഗ്ദാനം ചെയ്ത ആദ്യഘട്ടത്തിലുള്ള സാധനങ്ങൾ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നീടാണ് പറ്റിക്കലിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നത്. നോക്കിയാൽ ഒരുപാട് സാധനങ്ങൾ സാധാരണക്കാർക്ക് അല്ലെ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മൂലം വാങ്ങാൻ കഴിയാത്ത ആളുകൾ ഒരു ചെറിയ തുകയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അതിനെ സമീപിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസ്യത നേടി എവിടെ വെച്ചാണ് ഇതൊരു തട്ടിപ്പിന്റെ രൂപത്തിലേക്ക് പോയത് എന്നാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സുബീഷ് എന്ന പ്രേക്ഷകനുണ്ട്. സുബീഷ്, ഏതെങ്കിലും ഇങ്ങനെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ? ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ സുബീഷ്? ഇല്ല, എനിക്ക് ഒരു പ്രാവശ്യം 2 വീലർ എനിക്ക് കിട്ടിയതാണ് ഫസ്റ്റത്തെ ഇതില്. ഫസ്റ്റ് തന്നെ അത് എനിക്ക് വന്നത് ഞങ്ങളുടെ SNDP ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നത്. അപ്പൊ എന്റെ അമ്മാവന് BJP വർക്ക് ചെയ്യണം. ഞാൻ പുള്ളിക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തപ്പോ പുള്ളി പറഞ്ഞു സുധി അങ്ങനെ ഉണ്ട്, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 63,500 അടച്ചിട്ട് മെയ് 1-ാം തീയതി ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ വെച്ച് വണ്ടി കിട്ടി. എത്ര പേർക്ക് വണ്ടി കിട്ടിയിരുന്നു? അവിടെ ഏകദേശം ഒരു അത്യാവശ്യം കുറെ ആൾക്കാർക്ക് വണ്ടി കൊടുത്തായിരുന്നു അവിടെ. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾ അമ്മയുടെ അനിയത്തിയുടെ മരുമോക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ബുക്ക് ചെയ്തു. അല്ല, നിങ്ങളെ താങ്കളുടെ അറിവിൽ ആർക്കെങ്കിലും ഈ വണ്ടി കിട്ടാതിരിക്കുക അതൊരു തട്ടിപ്പാണെന്ന്? അതാണ് ഈ അമ്മയുടെ അനിയത്തിയുടെ മോക്ക് ബുക്ക് ചെയ്തു. അത് അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞ 3 മാസമാണ് പറഞ്ഞത്. മെയ് 1-ാം തീയതി പൈസ അടച്ചിട്ട് 3 മാസം പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമായപ്പോ ഞാൻ ഈ എടപ്പള്ളി ഓഫീസിൽ ചെന്ന് തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 20-ാം തീയതിക്കുള്ളിൽ കിട്ടും എന്നാണ് പറഞ്ഞേക്കണത്. ആ കുട്ടിയുടെ പേരും ഫോൺ നമ്പറും ആധാർ കാർഡിന്റെ നമ്പറൊക്കെ രണ്ടാമത് അവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതിക്കുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അവിടെ മെസ്സേജ് അയക്കാനാ പറഞ്ഞേക്കണത്. കിട്ടുമെന്ന പ്രതീക്ഷയിൽ കിട്ടുമെന്നാണ് അവിടുന്ന് ഈ നമ്മുടെ എടപ്പള്ളി സൈറ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞേക്കണത്. കിട്ടിയില്ലെങ്കിൽ ഒന്നിലെ പൈസ റീഫണ്ട് മേടിക്കാന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സുബീഷ്, എത്ര രൂപയാണ് ഇതിനായി കൊടുത്തിരിക്കുന്നത്? എത്ര തുകയുടെ വാഹനം പകുതി വിലയ്ക്ക് നൽകാമെന്നാണല്ലോ പറയുന്നത്. 63,500 കൊടുത്തത്. എനിക്ക് ഇതുപോലെ വണ്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓണക്കിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ അതിന്റെ ഒരു വിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്തില്ല. വണ്ടി കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് പരാതി പറയാൻ ഞാൻ ഫസ്റ്റ് തന്നെ കൊടുത്ത് ഇത് കിട്ടി. അപ്പൊ എനിക്ക് വണ്ടി കിട്ടി. ഞാൻ അപ്പൊ എന്നോട് 1,22,000 രൂപയുടെ വണ്ടിയുടെ വില അന്ന് ഷോറൂമുകാർ പറഞ്ഞത്. അപ്പൊ അതില് നമ്മുടെ എന്തായാലും ഇപ്പോ വിളിച്ചതിൽ അല്ലേ ഒരാൾക്ക് വാഹനം കിട്ടിയ ആളാണ്. അപ്പൊ നമ്മള് ഈ പരാതിക്കാരൊക്കെ പറയുന്നു ആദ്യഘട്ടത്തിൽ ഇത് എല്ലാവർക്കും കിട്ടി. കാത്തിരിക്കുകയാണ്. ശ്രീ മോഹൻ കോട്ടൂരാണ്, അദ്ദേഹം NGO കോൺഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ മോഹൻ കോട്ടൂർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ NGO കോൺഫെഡറേഷന്റെ ഒക്കെ ഭാഗമായി നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. നിങ്ങളുടെ ഒരു സംഘടനയ്ക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇതിനെക്കുറിച്ച് എപ്പോൾ മുതൽ അറിവുണ്ട്? ഇതൊരു തട്ടിപ്പാണ്, ഒരു വലിയ സംഘത്തിന്റെ തട്ടിപ്പായിട്ടാണോ കണക്കാക്കുന്നത്? എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് അറിയാവുന്ന വിവരങ്ങൾ? നമുക്ക് ഇതിൽ അറിയാവുന്നത് നാഷണൽ NGO കോൺഫെഡറേഷനിലേക്ക് ഈ NGOs വരുന്നത്, NGOs ഏതാണ്ട് 1,175 സന്നദ്ധ സംഘടനകളാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരുന്നത് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ചെയർമാനായി അറിയപ്പെടുന്നത് ആനന്ദകുമാർ സാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലുമൊക്കെ തന്നെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും സമൂഹത്തിൽ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്ത സായിഗ്രാം എന്ന് പറയുന്ന വളരെ വലിയ ഇന്ത്യയിലെ 4ാമത്തെയും കേരളത്തിലെ 1ാമത്തെയുമായ സന്നദ്ധ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കുകളായി വന്നത്. കേരളത്തിൽ 35 വർഷത്തോളമായിട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡയോസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, കോൺവെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അല്ലാത്ത മറ്റ് ട്രസ്റ്റുകളുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അങ്ങനെ വളരെ താഴെത്തട്ടുകളിലുള്ള സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ കഴിഞ്ഞ 10-25 വർഷക്കാലത്തിലേറെയായി പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനകളാണ് ഈ ഒരു രംഗത്ത് കടന്നു വന്നിരിക്കുന്നത്. ശരി, നമ്മളൊക്കെ തന്നെ ഇതിൽ ഒരു അടിസ്ഥാനം മനസ്സിലായി. പക്ഷേ ഇതേപോലെ ഇത്രയധികം ആളുകളെ
50,000 60,000 ഒക്കെ വാങ്ങിച്ച് കുറേ പേർക്ക് വാഹനം കൊടുക്കുക, അവരിൽ വിശ്വാസ്യത ഉണ്ടാക്കുക. ബാക്കിയുള്ളവർ പിന്നെ ഇപ്പം നേരത്തെ നമ്മളോട് പ്രതികരിച്ചവർ കഴിഞ്ഞ മെയ്യിൽ പൈസ കൊടുത്തവരാണ്. 1 വർഷം ആവാറായി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സോഴ്സിനെ കുറിച്ചും ഒന്നും ഒരു തരത്തിലൊരു സംശയം തോന്നില്ല? എങ്ങനെ ഇത്രയും വാഹനങ്ങൾ, ഇത്രയും ലാപ്ടോപ്പുകളൊക്കെ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് നൽകാൻ കഴിയും? എങ്ങനെയാണ് അതിൻ്റെ സാമ്പത്തിക വഴി എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയോ? നിങ്ങളത് അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഈ അനന്തകൃഷ്ണനോട് നേരിട്ടെങ്കിലും? അല്ല, തുടക്കത്തിൽ ഇതിൽ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല. ആനന്ദകുമാർ സാറാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഈ അനന്തകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ട് തിരഞ്ഞെടുക്കുകയും അദ്ദേഹം തന്നെ നിയമിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്ന ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ 50% സബ്സിഡിയോടുകൂടി സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളതിൽ മനസ്സിലാക്കിയിരുന്ന ഒരു വസ്തുത, ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, 50% CSR ഫണ്ടുകൾ, കമ്പനിയുടെ കോർപ്പറേറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടക്കുന്നത് എന്ന് ചെയർമാൻ പല തവണകളിലായിട്ട് നമ്മളെ സൂചിപ്പിച്ച വസ്തുതയാണ്. നമ്മുടെ എല്ലാവരെയും വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹം പല വേദികളിലും വെച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ ചിന്തിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതിലേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതായ ലാപ്ടോപ്പുകളായാലും തയ്യൽ മെഷീനായാലും 2 വീലർ ആയാലും ഇതൊക്കെ കമ്പനികളുമായി ഒരു ഡയറക്റ്റ് പർച്ചേസിങ്ങിലാണ് നടത്തുന്നത്. താഴെക്കടയിലുള്ള ഡീലേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഓരോ ജില്ലകളിലുള്ള അതിൻ്റെ പർച്ചേസ് മാനേജേഴ്സുമായിട്ടോ ബന്ധപ്പെട്ടിട്ടല്ല. മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഹെഡിൽ വെച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ അല്ലെങ്കിൽ ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ശരി, അതിനു മുൻപായി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഏത് ഘട്ടത്തിലാണ് താങ്കൾക്ക് ഇതിലൊരു സംശയം തോന്നി തുടങ്ങിയത്? ഇത് മാധ്യമങ്ങളിൽ വാർത്ത കണ്ടതിന് ശേഷം ആത്മാർത്ഥം മനസ്സിലായത്, അല്ലെങ്കിൽ അതിന് മുൻപേ ഇതിലെന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ട്, ഇതിലെന്തെങ്കിലും ഒരു സംശയമുണ്ട് എന്നുള്ള രീതിക്ക് നടത്തിയിട്ടുണ്ടോ? അല്ല, അതെ മാം, നമ്മളിതിൽ സംശയം തോന്നി തുടങ്ങിയത് നേരത്തെ സമയബന്ധിതമായി കൊടുത്തുകൊണ്ടിരുന്ന ഈ സാധനങ്ങൾ പലപ്പോഴും നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ച രീതിയിൽ ഇത് വൈകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി. പല സമയങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിഷ്യറികളോട് നമ്മൾ പറയുന്ന സമയത്ത് ഇത് ആഴ്ചകളും മാസങ്ങളുമായി മാറുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പം നമുക്കിത് ആ ഫണ്ടുകൾ കിട്ടാനുള്ള കുറച്ച് കാലതാമസം വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് മറ്റ് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങളിത് വിശ്വസിച്ചു, എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത്. പക്ഷേ അടുത്ത കാലത്താണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 50% സബ്സിഡിയിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബൾക്ക് പർച്ചേസിങ്ങിൽ വാങ്ങിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 50 പോയിട്ട് ഒരു 40%-ലൊക്കെ എന്തായി കഴിഞ്ഞാൽ ഇത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ നമ്മൾ ആകെ പരിശോധിക്കേണ്ട ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇതിൽ നമ്മുടെ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സംഘടനകളാണ് കോഴിക്കോട് ജില്ലയിൽ മുഴുവനുള്ളത്. അങ്ങനെ മൊത്തം സംസ്ഥാനത്ത് 175 സംഘടനകളാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഗീത, ഇങ്ങനെ എന്തെങ്കിലും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ, അതോ വാഹനം കിട്ടിയ ആളാണോ, അതോ കാത്തിരിക്കുന്ന ആളാണോ? ബംഗാനൂർ പഞ്ചായത്തിന് അടുത്ത് താമസിക്കുന്നതാണ്. അവിടെ ഞാനിപ്പോ അപേക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ സ്കൂട്ടറൊക്കെ കൊടുക്കുന്നു എന്ന് വ്യക്തമായതുകൊണ്ടാണ് അപേക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ ഇനി ഒരു 10-50 പേർക്കോളം കൊടുക്കാനുണ്ട്. അത് ഏത് ഏജൻസി വഴിയാണ് ഈ അപേക്ഷ നൽകിയത്? ബംഗാനൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇതിലാണ് കൊടുത്തത്. ബംഗാനൂർ പഞ്ചായത്ത് അല്ല, എന്ത് സ്കീം എന്ന് പറഞ്ഞാണ് നിങ്ങളൊക്കെ സമീപിച്ചത്? നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വാഹനം കിട്ടിയോ? അതെ സാർ, കുറെ പേർക്ക് കൊടുത്തു. 1-2 ഘട്ടമായിട്ട് 10-20 വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കൊടുത്തു. പിന്നെ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ഒരു വണ്ടി എടുക്കാൻ ഇരുന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ്. എത്ര രൂപ കൊടുത്തു? എന്നാണ് കൊടുത്തത്? 60,000 രൂപ. ഏകദേശം 11 മാസം ആവുന്നു സാർ പൈസ കൊടുത്തിട്ട്. ഫെബ്രുവരിയിൽ കൊടുത്തതാ. ഇത്രയും കാലം കിട്ടാതിരുന്നപ്പോൾ ചോദിക്കുമ്പോൾ അവരെന്താണ് മറുപടി പറയുന്നത്? ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ പറയും ഉടനെ ശരിയാകും. അതിനിടയിലാണ് ഒരു ഓണം സമയത്ത് ഏകദേശം 10-40 വണ്ടി കൊടുത്തു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അടുത്ത ഇതിൽ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. അപ്പൊ നിങ്ങളുടെ ഇടനിലയായിട്ട് കൃത്യമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്ന ആളുകൾ ആരൊക്കെയാണ്? അത് ബംഗാനൂർ പഞ്ചായത്തിലെ ശ്രീകുമാർ സാറാണ്. ശ്രീകുമാർ സാറിന്റെ കെയർ ഓഫിലാണ് ഇതിങ്ങനെ കൊടുത്തത്. കാരണം സാറിന്റെ കെയർ ഓഫിലാണ് അവിടെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറെന്ന് പറയാ വേറെ അലിഗേഷൻ ഒന്നുള്ള ഒരാളല്ല. ഇപ്പൊ ഈ തട്ടിപ്പാണെന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് സാറും അതിനകത്ത് നിരപരാധിയാണ്. സാറ് ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് അതിലോട്ട് ചെന്നത്. അല്ലാതെ സാറ് വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനാണ്.
നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. അങ്ങനെയാണ് ഞങ്ങളത് പോയത്. പക്ഷെ ഇപ്പോ ഈ വാർത്ത ഗീതയ്ക്കുള്ളതുപോലെ തന്നെ ഇനി എത്ര പേർക്ക് വാഹനങ്ങൾ കിട്ടാനുണ്ട് ഗീതയുടെ അറിവിൽ? ഇനിയും ഏകദേശം 10-50 പേർക്കെങ്കിലും കിട്ടാനുണ്ട് മാഡം. കാരണം ഇത് എല്ലാം നമുക്ക് തമ്മിൽ അറിയാന്നുള്ളവരില്ലേ, ഞങ്ങളുടെ ഒരു വാർഡിൽ തന്നെ ഇനി ഒരു 5 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ ഒരു വാർത്തയായി വന്നപ്പോൾ ചോദിച്ചോ കിട്ടുമോ അതോ പൈസ തിരികെ തരുമോ അതോ കേസ് കൊടുക്കണോ? സാറിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും സാർ പറയുന്നുണ്ട് അത് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സാറും ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇതാണെന്നുള്ള കാര്യം. സാർ ഇന്നലെയും പറയുന്നുണ്ട്. നമുക്ക് അതിനുള്ള നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്തോളാം. എന്തായാലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പൊ എല്ലാ ജനപ്രതിനിധികളും ആളുകളാണ് ഇതിന്റെ മുമ്പിൽ നിന്നത്. അവരും ചിലപ്പോൾ അവരിതിൽ വീണുവന്ന ജനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയുള്ള ചിന്ത കൊണ്ടാണ്. ഇടുക്കിയിൽ നിന്ന് നീതു ഉണ്ട്. നീതു, എന്താണ് അനുഭവം? ഞാനും ഇതിനകത്ത് ഒരു പങ്കാളിയായിട്ടുണ്ടായിരുന്നേ. ഞാനിത് ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ പൈസ അടച്ചതായിരുന്നു. ഏപ്രിൽ അടച്ചാണ്. എത്ര അടച്ചു? 60,000 ആണോ? 60,000. എന്നിട്ട് ഇതുവരെയും വണ്ടി കിട്ടിയില്ല? വണ്ടി കിട്ടിയിട്ടില്ല. അവര് തരുമെന്ന് പറഞ്ഞു കുറച്ച് നാളായി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളത് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു തരാം, ഇനി അടുത്ത മാസം തരാം, ഈ CSR ഫണ്ടിന്റെ പ്രശ്നമാണ്. എന്നിട്ട് ഏത് ഏജൻസി വഴിയാണ് ഗീതു ഒക്കെ ഇപ്പൊ ഈ അനന്തകൃഷ്ണൻ മാസം ഇടുക്കിയാണ്? പെരുവന്താനം സീഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഏജൻസി വഴിയാണ്. സീഡ് സൊസൈറ്റി എന്നും പറഞ്ഞുകൊണ്ട്. ഈ അനന്തകൃഷ്ണനെ കണ്ടിട്ടുണ്ടോ, അറിയോ? ഒരിക്കലും ഇല്ല. ഞങ്ങളൊക്കെ ഈ ഇതിന് ഈ എഗ്രിമെന്റ് വെക്കാൻ നേരം ഈ കുമളി ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് ഈ കുമളി ഭാഗത്ത് വലിയൊരു ഇതായിട്ട് വെച്ചിട്ടാണ് എഗ്രിമെന്റ് ചെയ്യിപ്പിച്ചത് ഞങ്ങളെ കൊണ്ട്. പരിചയത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നീതുവിന്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വണ്ടി കിട്ടിയോ? വണ്ടിയോ ലാപ്ടോപ്പോ എന്തെങ്കിലും? ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവര് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ചെറിയ സംഭവങ്ങൾ കൊടുത്ത് വലിയ മീനിനെ പിടിക്കുക എന്നുള്ള ഒരു ഇതാണ് ഇവര് ചെയ്തതെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ശരി ശരി. ഇനി എന്താ പരാതി കൊടുക്കുന്നുണ്ടോ? പരാതി നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും പരാതി കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നതായിരിക്കും. ശരി. ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ സരിൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സരിൻ, ഈ ഒരു തട്ടിപ്പിന് ഇരയായ ആളാണോ? അതെ അതെ. വാഹനം കിട്ടിയിട്ടുണ്ടോ അതോ കാത്തിരിക്കുകയാണോ? വാഹനമാണോ ലാപ്ടോപ്പാണോ എന്താണ്? ഗൃഹോപകരണങ്ങള് ആണ് ഇതിന് ഓർഡർ കൊടുത്തേക്കുന്നത്. അത് ഈ ഡിസംബർ 31-നുള്ളിൽ തരാമെന്നാണ് ഓർഡർ കൊടുത്തപ്പം പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഇതുവരെ റീഫണ്ട് കിട്ടുകയോ ഇതിന്റെ സപ്ലൈ അടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന മൂലമറ്റത്തു നിന്നാണ്. മൂലമറ്റത്ത് നിരവധി സ്ത്രീകളാണ് ഇതിന് തട്ടിപ്പിന് ഇരയായിട്ടുള്ള. അവർ ഇതുവരെ പരാതി കൊടുക്കാത്തവരും ഉണ്ട്, പരാതി കൊടുത്തവരും ഉണ്ട്. ഇവർക്ക് ആദ്യഘട്ടങ്ങളിലൊക്കെ 1 വർഷം മുന്നേ ഒക്കെ ഇത് കുറച്ചു പേരൊക്കെ ഇതിന് ഓർഡർ കൊടുത്തുള്ളൂ. ആ സമയത്ത് ഇതൊക്കെ സപ്ലൈ ഏകദേശം ഒരു 6 മാസം വൈകിയാണെങ്കിലും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 1 വർഷമായിട്ട് ഇതിന്റെ സപ്ലൈ ഒന്നും കറക്റ്റ് അല്ല. 100 പേര് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേർക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് നിന്ന് പോയത്. ഏജൻസി വഴിയാണ് ഇതിനെ അപേക്ഷിച്ചത് സരിൻ? ഈ സീഡ് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു ഈ ഇടുക്കി തടിയമ്പാട്. അവരുടെ കീഴിലാണ് നമ്മള് ഏജൻസിയുടെ പേര് വെച്ചിട്ട് ഈ HDFC ബാങ്ക് അനന്തകൃഷ്ണന്റെ എറണാകുളത്തുള്ള ബ്രാഞ്ചിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുന്നത്. അതെ അതെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ 1 വർഷം മുന്നേ ഒക്കെ സ്കൂട്ടറൊക്കെ കിട്ടിയവരുണ്ട്. സ്കൂട്ടർ ഇതുപോലെ തന്നെ വളം, ജൈവവളം എന്ന് പറഞ്ഞ വളം ഉണ്ടായിരുന്നു, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ കൂടുതൽ ഐറ്റങ്ങള് ആദ്യ കാലഘട്ടങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ കണ്ട് സരിനൊരു വിശ്വാസ്യത തോന്നിയല്ലേ? അത് കൂടുതൽ ഇവിടെ കുടുംബശ്രീ അങ്ങനെയുള്ള പഞ്ചായത്തിലുള്ള ഇങ്ങനെ മെമ്പർമാര് വഴിയൊക്കെ ആയിരുന്നു കൂടുതൽ ആൾക്കാരെയൊക്കെ. അതിലും കൂടുതൽ ആൾക്കാർ സ്ത്രീകളൊക്കെ അതിന് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. അത് താഴ്ത്തട്ടിലുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അവര് ചെറിയ ലോൺ എടുത്തോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചോ ചിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ പേയ്മെന്റ് അടച്ചിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം അനന്തകൃഷ്ണനായിട്ട് നിങ്ങൾ നേരിട്ട് എന്തെങ്കിലും പരിചയം ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അനന്തകൃഷ്ണൻ ഈ നമ്മുടെ മൂലമറ്റത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറം കോളപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. പുള്ളി ഈ ഒരു 5-6 മാസം മുന്നേ സ്ഥലമൊക്കെ റെഡി പേയ്മെന്റ് പൈസ ആയിട്ട് കൊടുത്തിട്ട് മേടിച്ചിട്ടിരിക്കുക. അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാതെ പേയ്മെന്റ് ഫുള്ള് കൊടുത്ത് അങ്ങനെ പലയിടത്തായിട്ട് പ്ലോട്ടും ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. അതെ അതെ. അങ്ങനെ പലയിടത്തായാലും ബിനാമി പേരിലെല്ലാം അങ്ങനെ മേടിച്ചിട്ടേക്കുക. അതുപോലെ തന്നെ കൊടയത്തൂർ ഈ പുള്ളിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു പുള്ളി റീഫണ്ടിന് സ്കൂട്ടറിന്റെ പൈസയുടെ റീഫണ്ടിന് ചോദിച്ചപ്പം
അവിടെയുള്ള ലോക്കലിലുള്ള ആൾക്കാർ ഇയാളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇയാള് പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയപ്പം ഈ ഒരു വക്കീല് ഈ പരാതി കൊടുത്ത ആളുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ് സംഭവം പൈസ റീഫണ്ട് കൊടുത്ത് കേസ് അങ്ങനെ ഒതുക്കി തീർക്കുക ചെയ്തത് ഒരു 6 മാസം മുന്നേ ഒക്ടോബറിൽ. ശരി സരിൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതാണ്. ഇനി അതിനോട് ചേർന്നൊരു പ്രധാനപ്പെട്ട വിവരം, ഈ സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനായ കെ അനന്തകുമാറും കൂടി പ്രതിയായിരിക്കുന്നു. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയാണ്. ഫെലിക്സോട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഇപ്പോൾ നമ്മളോട് നേരത്തെ പ്രതികരിച്ച അതിഥികളെല്ലാം ഇദ്ദേഹത്തിന്റെ പേര് കൂടി പറഞ്ഞിരുന്നു. ഇയാൾക്കാണ് ഇതിൽ പ്രധാനമായും പങ്കുള്ളത്. അനന്തകൃഷ്ണനെ ചേർത്തതുപോലും ഇയാളാണ് എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുകയാണ്. പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗൺ പോലീസാണ് ഇത് സംബന്ധിച്ച ഈ കെ എൻ അനന്തകുമാറിനെതിരെ അടക്കം ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഈ കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്, അതിൽ 2ാം പ്രതിയാണ് ഇപ്പോൾ കെ എൻ ആനന്ദകുമാർ. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെ എൻ ആനന്ദകുമാർ ഈ NGO ഫെഡറേഷൻ്റെ ചെയർമാൻ ആയിരുന്നു. ഈ NGO ഫെഡറേഷനുകൾക്ക്, അതായത് കുറേ NGOകൾ ചേർന്നാണ് NGO ഫെഡറേഷൻ. അതിലൊരു NGO ആയിരുന്നു സീഡ്. ആ സീഡിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ അനന്തു നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഈ NGOകളുടെ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ എന്ന നിലയിലാണ് ആനന്ദകുമാറിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്, വഞ്ചനാക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ 2ാം പ്രതിയാണ് സായിഗ്രാമത്തിൻ്റെ ചെയർമാൻ കൂടിയായ ആനന്ദകുമാർ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഈ പരാതി നൽകിയത് ഈ സീഡ് എന്ന സൊസൈറ്റിയുടെ കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ മോഹൻ എന്നയാളാണ്. ഈ മോഹൻ എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലാലി വിൻസെന്റിനെതിരെയും ഇപ്പോൾ ഈ കെ എൻ ആനന്ദകുമാറിനെതിരെയും അനന്തകൃഷ്ണനെതിരെയും ഒക്കെ തന്നെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 2ാം പ്രതിയാണ് ആനന്ദകുമാർ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വഞ്ചനാക്കുറ്റം അല്ല, ഇപ്പോൾ ആനന്ദകുമാർ അടക്കം ഈ കേസിൽ 2ാം പ്രതിയായി മാറുകയാണ്. നിങ്ങളുടെ ഈ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഇത്രയും NGO സംഘടനകളുടെയൊക്കെ ഒരു ചേരുന്നൊരു സംഘം എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം സുതാര്യവും ഒക്കെ ആയി മാറണം. പക്ഷെ നിങ്ങൾ പോലും പറ്റിക്കപ്പെട്ടു എന്ന് കരുതുന്നോ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്? അതെ, തീർച്ചയായിട്ടും ആനന്ദകുമാർ ശരിക്കും 1ാം പ്രതിയാണിതിൽ. കാരണം അദ്ദേഹമാണ് ഈ സംഘടനകളെ എല്ലാം ഇതിൽ കൊണ്ടുവന്ന് ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലെ ഇതിന് CSR ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ശരിക്കും വിശ്വസിപ്പിച്ചത്. ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടങ്ങളിലൊക്കെ നടത്തിയപ്പം കൃത്യമായി സാധനങ്ങൾ തരികയൊക്കെ ഓരോ സംഘടനകൾക്കും നൽകുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഞാനില്ല, എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പുറത്തു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും അദ്ദേഹം ഫോൺ എടുത്താൽ പോലും അത് അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ശരിക്കും ഈ സംഘടനകളെ കോഴിക്കോട് നില കേരളത്തിലെ 175ഓളം വരുന്ന സന്നദ്ധ സംഘടനകളെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രംഗത്തുള്ള ഒരു പ്രവർത്തന മികവും പാഠവും അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധതയും സേവനവും ഒക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ധമായി വിശ്വസിച്ച് ഈ ഒരു കൂട്ടായ്മയിലേക്ക് ചേർന്നത്. പല സമയങ്ങളിലും ഞങ്ങൾ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, സാറിന് ഈ ഒരു ഇതുപോലെ പലരും പല പ്രവർത്തനങ്ങളും നടത്തിയതാണ്, സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയും ആ ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ള സംശയം പല സമയത്തും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചതാണ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് മറുപടി തന്നെ ഉണ്ടാവൽ, ഞാൻ നടത്തുന്ന ഏത് പരിപാടിയായിരുന്നാലും ഏത് പ്രസ്ഥാനമായിരുന്നാലും അത് വളരെ സുതാര്യവും സത്യസന്ധവുമായിരിക്കും എന്നുള്ള വാക്കുകളായിരുന്നു അദ്ദേഹം അതുവരെ തന്നത്. ഇതിലേക്ക് താങ്കൾ കൂടി ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ TR അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അനിൽകുമാർ, താങ്കളൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് താങ്കളും ഇതിന്റെ ഭാഗമായത് എന്നുള്ളത് നമുക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് ഒരുപാട് ജനങ്ങൾ പ്രതികരിച്ചു നേരത്തെ. അപ്പോൾ അവരെല്ലാം പറയുന്നത് നിരവധി പേർക്ക് വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കിട്ടിയവരും പ്രതികരിച്ചിട്ടുണ്ട്, കിട്ടിയവരുമുണ്ട്, പക്ഷെ അവരുടെയൊക്കെ പരിചയക്കാർക്ക് കുറെ പേർക്ക് ഇനി കിട്ടാനുണ്ട്. അപ്പോൾ കുറെ പേര് ഈ തട്ടിപ്പിനിരയായിട്ടുള്ള എന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ പരിചയത്തിൽ ഇനി എത്ര പേർക്ക് ഇത്തരത്തിൽ വാഹനം കിട്ടാനുണ്ട്, ഇത്തരത്തിൽ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭക്ഷ്യകിറ്റുകൾ അങ്ങനെയൊക്കെ കിട്ടാനായി ഇനി എത്ര പേരുണ്ട്? താങ്കളുടെ അറിവിൽ കിട്ടിയവരായിട്ടുള്ള എത്ര പേരുണ്ട്? എൻ്റെ പഞ്ചായത്തിൽ 180ഓളം പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, 50ഓളം പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഓണ സമയത്ത് ഞാൻ ഈ നിരന്തരം വിഷയമുണ്ടാക്കിയപ്പോൾ ലേറ്റായപ്പോൾ ഞാൻ നിരന്തരം വിളിച്ചപ്പോൾ ഈ ഓണ സമയത്ത് 25ഓളം പേർക്ക് സ്കൂട്ടർ നൽകുകയുണ്ടായി. ബാക്കിയാണ് ഇനി കൊടുക്കാനുള്ളത്. ബാക്കി പഞ്ചായത്തിലെത്തിയിട്ടുള്ള ഏകദേശം പേർക്കും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതൊരു ആശ്വാസമാണ്. കാരണം അതിന് ശേഷം ഈ DP ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ കാട്ടായിക്കുണത്ത് ആരംഭിച്ച സ്ഥാപനത്തിലൂടെ
കൊടുത്തവർക്കാണെങ്കിൽ കൂടുതൽ കൊടുക്കാനുള്ളത്. എങ്കിലും പഞ്ചായത്ത് ഏകദേശം ഒരു 15ഓളം പേർക്ക് ഇതുവരെ നേരിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോത്തൻകുടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ രാവിലെ മുതൽ 8ഓളം പേര് എൻ്റെ അടുത്തേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇനി പൈസ കിട്ടാനുള്ളവരുടെയൊക്കെ മുമ്പിലുള്ള വഴി. അല്ലെങ്കിൽ ഇപ്പോൾ ചില സംഘടനകൾ പറയുന്നത് ഞങ്ങൾ എന്തായാലും 20-ാം തീയതിക്കുള്ളിൽ തരുമെന്നൊക്കെ ചില വാക്കിൽ വിശ്വസിച്ചിരിക്കുന്നവരുമുണ്ട്. ഇനി ആ വാക്കും തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കും പോലീസിനെ ചിലർക്ക് പണം തിരിച്ചു എൻ രാധാകൃഷ്ണന്റെ സൊസൈറ്റിയിൽ നിന്നൊക്കെ പണം തിരികെ കൊടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പൊ എന്താണ് തുടർ നടപടികൾ, എങ്ങനെ മുൻപോട്ട് ഇവർ പോകുന്നുള്ള കാര്യമൊക്കെ വരും വഴിയിൽ നമുക്ക് അറിയേണ്ടതാണ്. കണ്ണൂരിലും വലിയ പരാതി പ്രവാഹമാണ്. ഫെലിക്സ് പുള്ളിക്കൽ അതിനെക്കുറിച്ച് നമ്മളോട് പറയും. കണ്ണൂരിൽ നിരവധി പേരാണ് ഈ സീഡ് സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായത്. അവരിപ്പോൾ പറയുന്നത് വളപട്ടണം പോലീസ് അവർക്കെതിരെ അവർ നൽകുന്ന പരാതിയിൽ കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ്. അങ്ങനെ ഈ തട്ടിപ്പിനിരയായവർ ഇപ്പോൾ കണ്ണൂർ SP ഓഫീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. SP യെ കാണാനാണ് എത്തിയിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പരാതി? ഞങ്ങളെന്ന് വെച്ചാൽ വളപട്ടണം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പക്ഷേ 2 ദിവസമായിട്ട് ഒരു തീരുമാനവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ SP ഓഫീസിൽ വന്നിട്ടുള്ളത്. ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അക്കൗണ്ടിൽ അവരെ സീഡ് സൊസൈറ്റിന്റെ അക്കൗണ്ടിൽ ഒരു 12 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ഈ 12 ലക്ഷം രൂപ 400-ലധികം ആൾക്കാരുണ്ട് കണ്ണൂർ ബ്ലോക്കിൽ തന്നെ. അപ്പൊ അവർക്ക് വീതിച്ചു തരാം, അതായത് ഒരു അനുപാതത്തിൽ വീതിച്ചു തരാം. അപ്പൊ ഈ കൂട്ടത്തിൽ 10,000 അടച്ചവരുണ്ട്, 60 അടച്ചവരുണ്ട്. അപ്പൊ 10,000 അടച്ചവർക്ക് ചിലപ്പോൾ ഒരു 100 രൂപയൊക്കെ കിട്ടി. അപ്പൊ അത് വെക്കുക നിങ്ങൾ. അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാം, അങ്ങനെയാണ് പറയുന്നത്. ശനിയാഴ്ച വൈകുന്നേരം അവർ പറഞ്ഞു ഞായറാഴ്ച ഒരു ദിവസം അവർക്ക് സമയം കൊടുക്കാം, ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കുക, എന്തെങ്കിലും തീരുമാനമാവും. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നോന്നാ പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഇതേപോലെ വന്നു. പക്ഷെ അവര് വന്നതും അത്രയോ ലേറ്റ് ആയിട്ട്. 3 മണിക്ക് നമ്മളോട് 10:30 എത്താൻ പറഞ്ഞത്. 10:30 ആകുമ്പോൾ എല്ലാവരോടും അവിടെ എത്താൻ പറഞ്ഞു. പക്ഷെ അവര് വന്നത് 3 മണി. അതും ഈ മോനേട്ടൻ എന്ന് പറയുന്ന കോർഡിനേറ്ററും ഒരു 2 പ്രൊമോട്ടറും അല്ലേ, പുഷ്പജൻ എന്ന് പറയുന്ന അവരവിടെ എത്തിയത് 3 മണിക്ക് ശേഷം. നമ്മൾ ഫുഡ് കഴിക്കാതെ അവരെ വെയിറ്റ് ചെയ്തു. അതെ, 2 മണിക്ക് ശേഷം അവരെത്തിയത്. കുറെ ആൾക്കാർ ഫുഡ് കഴിക്കാതെ അവിടെ കാത്തു നിന്നു. ഇതിൽ പ്രൊമോട്ടർമാരുണ്ട്. അപ്പൊ ഇതിൽ പലരും നാടുവിട്ടു, ബാംഗ്ലൂരേക്ക് പോയി. അങ്ങനെ നിങ്ങൾ അറിയുന്നവരന്നെ, വീടിനടുത്തുള്ളവര്, അങ്ങനെയൊക്കെ തന്നെ. അവരാണോ നിങ്ങളോട് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഇതിൽ ചേരണം എന്നൊക്കെ പറയുന്നത്? പഞ്ചായത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന അനുസരിച്ചിട്ടാണ് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അഴീക്കോട് പഞ്ചായത്തിലൊക്കെ മെസ്സേജ് വന്നത് അനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്റേത് 85,750 ആണ് പോയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട്. അതായത് ഞാൻ സ്കൂട്ടറിനും ഹോം അപ്ലയൻസസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ വിടിയേ, നിങ്ങൾ പൈസ പോയി, പോലീസ് പൈസ പിടിച്ചു വാങ്ങി തരണം എന്നാണോ ചോദിക്കുന്നതെന്നാ ഇവര് ചോദിക്കുന്നത്. എല്ലാവരും ദിവസവും നമ്മളോട് മോശമായിട്ട് തന്നെ സംസാരിച്ചു. അവരുടെ കാലത്ത് നിന്ന് ഒരു നീതിയും കിട്ടുന്ന നമുക്ക് ഉറപ്പുള്ള കാര്യം, നീതി കിട്ടൂല. ഈ പ്രൊമോട്ടർമാരെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ പ്രൊമോട്ടർ നമ്മളോട് ചൂടാകുകയെന്ന്. ഇപ്പം ചോദിക്കുന്നത് വെച്ചാൽ എൻ്റെ പ്രൊമോട്ടർ റീനയാണ്. അപ്പോൾ റീന എന്നോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലാണോ നിങ്ങൾ പൈസ ഇട്ടത്, ഞാൻ നിങ്ങളോട് വണ്ടി വാങ്ങുമെന്ന് പറഞ്ഞാണോ നിങ്ങൾ വണ്ടി വാങ്ങിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ഇവർ നമ്മളോട് പറഞ്ഞിട്ടില്ലേ നമ്മളിത് അറിയുന്നില്ല. നിങ്ങൾ ഇതിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ആരൊക്കെയാണ് പരിപാടിയിൽ വലിയ നേതാക്കളൊക്കെ? സുമേഷ് MLA ആണ് ഉദ്ഘാടനത്തിന്റെ അന്നുണ്ടായത്. മാത്രല്ല ഇവര് നമ്മള് വിഡ്ഢികളായി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും നോക്കാതെയാണ് ഇവരിങ്ങനെയുള്ള NGO എന്ന് പറയുന്ന ആൾക്കാരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും കാര്യങ്ങൾക്ക് പോയിട്ടുള്ളത്. വലിയ രീതിയിലാണ് ആളുകൾ ഇവിടെ എത്തി പരാതി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ വിശ്വസിച്ചു പോകാൻ കാരണം വലിയ പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഇതിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഇതൊരു പക്ഷേ അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണെന്ന് ഇവർ വിശ്വസിച്ചു. അങ്ങനെയാണ് വലിയ തട്ടിപ്പ് നടന്നത് എന്നതാണ്. ഏതായാലും വളപട്ടണം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന പരാതി കൂടി അവർ ഉന്നയിക്കുന്നു. അങ്ങനെയാണ് കണ്ണൂർ SP ഓഫീസിന് മുമ്പിൽ ഇത്രയധികം തട്ടിപ്പിനിരയായവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഫെലിക്സ് ആണ് കണ്ണൂരിലെ പ്രതികരണം. എനിക്ക് തോന്നുന്നു നമ്മളോട് ഫോണിൽ സംസാരിച്ചവരെക്കാൾ കുറച്ചുകൂടി ഒരു പ്രതിഷേധ സ്വരത്തിലാണ് കണ്ണൂരിൽ ബിനോയ് എന്ന കിഴക്കമ്പലത്ത് നിന്ന് ബിനോയ് എന്ന പ്രേക്ഷകനുണ്ട്. ബിനോയ്, ഇങ്ങനെ ഏതെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ, തട്ടിപ്പിനിരയായിട്ടുണ്ടോ, വാഹനം കിട്ടിയ ആളാണോ? ഹലോ, പറഞ്ഞോളൂ. ഞങ്ങള് സെറ്റപ്പിന് ഇരയായിട്ടല്ല. അത് ഞാൻ പറയട്ടെ ഒന്ന്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അത് 2018 വെള്ളം മൊത്തം മുങ്ങിപ്പോയായിരുന്നല്ലോ. ആ മുങ്ങിപ്പോയ ഇഷ്ടംമാതിരി വണ്ടികൾ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. മനസ്സിലായി. കേക്കണ്ടോ? കേക്കണ്ട്. ആ വണ്ടികൾ ഇങ്ങനെ ഈ വണ്ടികൾ തന്നെയാണ് ഈ പകുതി വിലക്ക് കൊടുക്കണത്. നിങ്ങൾ ഇട്ടേക്കണ പാല് ഷർട്ട് പോലെ മുങ്ങിപ്പോയിട്ട് തിരിച്ചു കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പകുതി വിലക്ക് കൊടുക്കാം. മനസ്സിലായപ്പേ?
ശരി 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 ശരിയല്ല ഇപ്പൊ ഞാൻ കുറെ ഉണ്ട് വിളിക്കണേ. ശരി അപ്പൊ ഞാൻ ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധമാണ് അറിയിക്കുന്നത്. എന്തായാലും വാഹനമൊക്കെ കിട്ടിയത് പുതിയ വണ്ടികളൊക്കെ തന്നെ കിട്ടിയെന്ന് കിട്ടിയവർ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സംശയമായിരിക്കും. ശരി, ഓക്കെ, കുഴപ്പമില്ല. ഇനി പ്രേക്ഷകരുണ്ടോ? തൊടുപുഴയിൽ നിന്ന് ബിനോയ് എന്ന മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബിനോയ്, താങ്കൾ ഈ തട്ടിപ്പിനിരയായ ആളാണോ? അതെ 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 അതെ, പറഞ്ഞോളൂ. എന്ന് പൈസ കൊടുത്തു? എന്റെ പേര് ബിനോയ് ആണ്, ഞാൻ തൊടുപുഴയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ 2 എണ്ണത്തിന് കൊടുത്തു. നമ്മൾ ഈ വാഹനത്തിനും കൊടുത്തു, പിന്നെ ഈ ഹോം അപ്ലയൻസിനും കൊടുത്തു. പൈസ കിട്ടി. പക്ഷെ ഞാൻ ഇവിടെ ഇളംദേശം സീഡ് സൊസൈറ്റി വഴിയെ കൊടുത്തു. ഇളംദേശം സീഡ് സൊസൈറ്റി. എന്ന് കൊടുത്തു? അത് കൊടുത്തത് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആ പൈസ കെട്ടിയത്. ഓഗസ്റ്റ് മാസത്തിൽ പൈസ കെട്ടിയിട്ട് അവര് തരാന്ന് പറഞ്ഞിങ്ങനെ നീട്ടിപ്പോയി. അത് കഴിഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു അബദ്ധവും പറ്റി. കാരണം ഡിസംബറിൽ ഇവര് എനിക്ക് റീഫണ്ട് ചെയ്യാൻ അപേക്ഷ വെച്ചു. അപ്പൊ എനിക്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞ സമയത്താണ് ഇവര് തൊടുപുഴ അവിടെ ഒരു മർച്ചന്റ് ഹാളില് വീണ്ടും ഈ എന്താ പറയാ ഇതിന് നമുക്ക് കരാർ വെക്കാന്ന് പറഞ്ഞ് വലിയ ആൾക്കാരൊക്കെ കൂടി. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റീഫണ്ടിന് വെച്ച അപേക്ഷ ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇത് വീണ്ടും അത് കൊടുത്തു. ഞാൻ ശരിക്കും എന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. റീഫണ്ട് വെച്ചവർക്കും ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല. ഇല്ല. ഇപ്പൊ ഈ വിവരങ്ങൾ, ഈ തട്ടിപ്പാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്ന ശേഷം ഇവരെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തോ ബിനോയ്? ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയണത് നിങ്ങൾ അനന്തകൃഷ്ണൻ പുറത്തിറങ്ങിയാലാണ് നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ, അയാളെ ജാമ്യത്തിൽ കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ തൊടുപുഴ ഒരു VCB ന്യൂസിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ഇയാൾ പുറത്തു വന്നാൽ നമുക്ക് എല്ലാവർക്കും പൈസ തരും. അത് നമുക്കൊന്നും വിശ്വാസമൊന്നുമില്ല, അത് പ്രതീക്ഷയ്ക്ക് വകയില്ല. ശരി ശരി ശരി. എന്തായാലും നിലവിൽ താങ്കളും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുക. എന്താണ് അതിന്റെ സത്യാവസ്ഥകൾ കൂടുതൽ വെളിച്ചത്ത് വരട്ടെ. ഈ നഷ്ടപ്പെട്ടവർക്കെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്നുള്ളത് മാത്രമാണ്. അതെ, അനന്തവർഷം മാത്രമാണോ ഇതിന്റെ പിന്നിൽ ഇനി വലിയൊരു ശൃംഖലയുണ്ടോ? നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്ന പലരും ഇതിന്റെ ഭാഗമാണോ എന്നൊന്നും അറിയില്ല. ആ വിശ്വാസ്യത മുതലെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പിലേക്ക് പോയത്.